നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. ചൊവ്വാഴ്ച രാത്രി 8:30 കൊടിയേറ്റ് ചടങ്ങ്. UDF നാട്ടിക നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. എട്ടുമന, അംബേദ്കർ നഗർ, ഉന്നതിയടക്കം വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തി. വാർത്തകൾ വിശദമായി. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. ചൊവ്വാഴ്ച രാത്രി 8:30 കൊടിയേറ്റ് ചടങ്ങ്. ആറാട്ടുപുഴ പൂരത്തിന് ആതിഥ്യമരുളുന്ന ആറാട്ടുപുഴ ക്ഷേത്രം കൊടിയേറ്റ് ചടങ്ങിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി 8:30 കൊടിയേറ്റം നടക്കും. തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട്, ക്ഷേത്രത്തിന്റെ ഊരാളൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, ചിറ്റിശ്ശേരി കപ്ലങ്ങാട്ട് ബാബു നമ്പൂതിരി, ദിലീപ് നമ്പൂതിരി, ബാലകൃഷ്ണൻ നമ്പൂതിരി, ബിജു നമ്പൂതിരി, ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി, ശ്രീകുമാർ നമ്പൂതിരി, ഓട്ടൂർ മേക്കാട്ട് വിനോദ് നമ്പൂതിരി, ജയൻ നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കൊടിയേറ്റ് നടക്കുക. വൈകിട്ട് 4 ശാസ്താവിന് ദ്രവ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിൽ ദേശക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ലക്ഷണമൊത്ത കവുങ്ങ് മുറിക്കാൻ പോകും. ഇവിടെ നിന്ന് ആർപ്പും കുരവയുമായി കൊണ്ടുവരുന്ന കവുങ്ങ് ശാസ്താവിന്റെ നിലപാട് തറയ്ക്ക് സമീപം മാടമ്പി വിളക്ക് തെളിയിച്ച ദേവസ്വം അധികാരി നെൽപ്പറ നിറച്ചതിനുശേഷം ചെത്തിമിനുക്കും. ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും 7 സ്ഥാനങ്ങളിൽ ചാർത്തി കൊടിമരം അലങ്കരിക്കും. കൊടി കൈയിൽ കൊടിക്കൂറ അലങ്കരിച്ച ശേഷം കൊടിമരം രാത്രി 8:30 ദേശക്കാർ ഉയർത്തും. തുടർന്ന് ഊരാളന്മാർ ദർഭപ്പുല്ല് കൊടിമരത്തിൽ ബന്ധിപ്പിക്കും. ചമയങ്ങളില്ലാത്ത ആനപ്പുറത്ത് ഊരാളൻ കുടുംബാംഗത്തെ കയറ്റി കുത്തുവിളക്കുകളുടെ അകമ്പടിയാൽ 7 കണ്ടം അതിർത്തി വരെ ആനയിക്കും. ഇവിടെ അടിയന്തരം മാരാർ ശംഖുധ്വനി മുഴക്കും. തൃപ്പുടമേളത്തിനുശേഷം മറ്റ് ചടങ്ങുകൾ കൂടി നടത്തുന്നതോടെ കൊടിയേറ്റ് ചടങ്ങുകൾക്ക് സമാപനമാകും. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാട്ടികയിൽ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന് ജനങ്ങളുടെ പിന്തുണയെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്. UDF നാട്ടിക നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തൃപ്രയാർ ക്ഷേത്രം റോഡിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ള തൃപ്രയാർ തേവരുടെ മണ്ണിലേക്കാണ്. രണ്ടിനും 2 രീതിയിലുള്ള വിശ്വാസത്തിന്റെ ചരിത്രപരമായ വലിയ ഘടകങ്ങളുണ്ട്. രണ്ടും മോശമാകില്ല. 2 യാത്രയും വിജയത്തിലെ അവസാനിക്കൂ എന്ന് എന്റെ സംസാരത്തിന്റെ ആദ്യത്തിലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയുടെ തിളക്കമാർന്ന വിജയത്തിന് വേണ്ടിയാണ് ഈ ആപ്പീസിനൊരു പാരമ്പര്യം കൂടെയുണ്ട്. പ്രിയപ്പെട്ട അനിൽ പുളിക്കലിന്റെയും നൌഷാദ് ആറ്റുപറമ്പത്തിന്റെയും വിജയേട്ടന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഓഫീസ് വർക്ക് ചെയ്തിരുന്നു. അത് നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിരുന്നു. നഷ്ടപ്പെട്ട കണക്കുകൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വിജയഗാഥ രചിക്കാൻ വേണ്ടി അവർ തയ്യാറാക്കിയ ഒരു കേന്ദ്രം ഇതായിരുന്നു. ഈ കേന്ദ്രമാണ് നാട്ടിക പഞ്ചായത്ത് തിരിച്ചു പിടിക്കാൻ ഈ ഓഫീസാണ് കാരണമായതെങ്കിൽ ഞാൻ എന്റെ സംസാരത്തിന്റെ ആദ്യത്തിലെ പറയുന്നു, ഈ ഓഫീസ് കേരളത്തിൽ ഒരു പുതിയ ചരിത്രം കൂടെ തിരുത്തി കുറിക്കാൻ പോകുന്നു. 15 വർഷം ഇടതുപക്ഷം MLA ആയി ജനപ്രതിനിധിയായി ഒരു വികസനവും നടത്താത്ത വികസന മുരടിപ്പിന്റെ കേന്ദ്രമായി മാറിയ നാട്ടിക വികസന കുതിപ്പിലേക്ക് പോകുന്ന MLA സംഭാവന ചെയ്യുന്ന ഒരു കേന്ദ്രമായിരിക്കും ഈ ഓഫീസ് എന്ന് ആത്മാർത്ഥമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വർഗീയത മാറി മാറി താലോലിക്കുന്നവരും അഴിമതിയിൽ ആറാടി നിൽക്കുന്നവരുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുനിൽ ലാലൂരിന് എതിരായി നിൽക്കുന്നത്. എതിരാളികൾ നിലംപരിശാകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും നാട്ടികയിലുണ്ടാവുകയെന്നും CA മുഹമ്മദ് റഷീദ് പറഞ്ഞു. UDF നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ ബിജു കുണ്ടുകുളം അധ്യക്ഷനായി. നടക്കുന്ന കൺവെൻഷനിലൊക്കെ നമ്മൾ എങ്ങനെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ UDFന്റെ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ തയ്യാറാക്കുമ്പോൾ അതുമായിട്ട് എൻ്റെ സഹപ്രവർത്തകർ സഹകരിക്കണം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം, ഇപ്പോഴില്ലെങ്കിൽ ഇനി നമുക്കില്ല
എന്ന ഒരു രാഷ്ട്രീയ സ്ഥിതി നാട്ടികയിലുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ മുതലെടുക്കുവാൻ കൈമയും മറന്ന് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, UDF നാട്ടിക നിയോജക മണ്ഡലം ജനറൽ കൺവീനർ KA ഹാറൂൺ റഷീദ്, DCC സെക്രട്ടറിമാരായ അനിൽ പുലിക്കൽ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ശോഭ സുബിൻ, NS അയ്യൂബ്, KK അശോകൻ, കോൺഗ്രസ് തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, ഷൈജു സായിറാം, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിജോ ജോൺ, കേരള കോൺഗ്രസ് ജേക്കബ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബാലസുന്ദരൻ, CMP നാട്ടിക നിയോജക മണ്ഡലം ഏരിയ സെക്രട്ടറി PB രമേശ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, മുസ്ലിം ലീഗ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, മണ്ഡലം പ്രസിഡന്റുമാരായ PM സിദ്ദിഖ്, PS സുൽഫിക്കർ എന്നിവർ സംസാരിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. എട്ടുമന, അംബേദ്കർ നഗർ, ഉന്നതി അടക്കം വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തി. NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ ശിവപുരം ഉന്നതിയിൽ നിന്നാണ് ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത്. രാവിലെ ശിവപുരം ഉന്നതിയിൽ നിന്ന് ആരംഭിച്ച പര്യടനം ശാസ്താംകടവ് ഉന്നതി, ഹാഷ്മി നഗർ ഉന്നതി എന്നിവിടങ്ങളിലെ പര്യടനങ്ങൾക്കുശേഷം എട്ടുമന അംബേദ്കർ നഗർ ഉന്നതിയിലെത്തി. ഊഷ്മളമായ സ്വീകരണമാണ് NDA സ്ഥാനാർത്ഥി CC മുകുന്ദന് പ്രവർത്തകർ നൽകിയത്. മുഴുവൻ കേന്ദ്രങ്ങളിലും അദ്ദേഹം വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. വൈകിട്ട് പണ്ടാരച്ചിറ ഉന്നതി, വിൻസെന്റ് പോൾ ഉന്നതി, ചിറക്കൽ, പെരുമ്പിളികുന്ന്, ലക്ഷം വീട് ഉന്നതി, ചാഴൂർ ഏരിയ തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലും NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ വോട്ടഭ്യർത്ഥനയുമായി വോട്ടർമാരെ സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം പരുത്തിക്കാട് ഉന്നതി, 3 സെന്റ് ഉന്നതി, മഹാത്മാ ഉന്നതി, തീണ്ടാട് ഉന്നതി എന്നിവിടങ്ങളിലും പര്യടനം നടത്തി. സർക്കാർ മാറ്റിയത് ഉന്നതിയാക്കി. ഉന്നതിക്ക് നമ്മൾ 1 കോടി രൂപയുടെ ആ ബഡ്ജറ്റിൻ്റെ അകത്ത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പരിശോധിച്ച് ഓരോ വീടിൻ്റെ കണക്കെടുത്തിട്ട് ഓരോ വീട്ടുകാർക്ക് ഇത്ര വീടിൻ്റെ അപകടസ്ഥിതി നോക്കിയിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കും. പിന്നെ ഒരു കാര്യം പറയണ്ടായി, ഇതിൻ്റെ നമ്മുടെ ഈ തറയൊക്കെ ഉയർത്തണം, മണ്ണിട്ട് ഉയർത്തണം. അപ്പോൾ നിയമസാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അങ്ങനെയാണ് മണ്ണിട്ട് ഉയർത്താൻ കഴിയാവുന്നത്. മണ്ണടിക്കണമെങ്കിൽ സർക്കാർ നിയമം കൊണ്ടുവരണം, കളക്ടർ അനുവദിക്കണം, അതുപോലെ തഹസിൽദാരെ അംഗീകരിക്കണം. അപ്പോൾ അതിൻ്റെ നേരത്തിൽ MLA ഫണ്ട് വരുന്ന പക്ഷം നമുക്ക് ഈ സ്ഥലം റോഡിൻ്റെ ഒപ്പം ഉയർത്തണം. അങ്ങനെയല്ലേ എൻ്റെ മനസ്സിലുള്ളതാണെന്ന് എനിക്കറിയില്ല. കുറച്ച് ഉയരത്തിലല്ല, നമ്മുടെ മേഖലയിൽ നമ്മുടെ ഈ പറയുന്ന വീടിൻ്റെ ഒക്കെ തറ ഉയർത്തിക്കെട്ടി മണ്ണിട്ട് സമനിരപ്പാക്കി ഉയർത്തിയാലാണ് നമ്മുടെ വെള്ളത്തിൽ നിന്ന് നമുക്ക് രക്ഷ. പിന്നെ ഈ വെള്ളം കൃത്യമായി കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ചാലിയിലേക്ക് വെള്ളം വിടാനുള്ള ആവശ്യത്തിന് തടസ്സങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ വടക്കോട്ട് ഇറങ്ങിപ്പോക്കോളും. നമ്മുടെ നമ്മ വണ്ടി വഴിയാണ് ഈ വെള്ളം പോകുന്നത്. ആ വഴിയിലേക്ക് വെള്ളമൊക്കെ കയറിയിട്ട് കളയാൻ ആവശ്യം, തടസ്സം നിൽക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചേച്ചി പറയണ്ടായി അടുത്ത മാസം തൊട്ട് വെള്ളത്തിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് കിടക്കാതെ തന്നെ പോകാതെ തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ട ആവശ്യമായ നടപടികൾ കളക്ടറുമായി സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും കൂടി ചർച്ച ചെയ്ത് കളക്ടറോട് പറഞ്ഞാൽ അതിപ്പോൾ സർക്കാരിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനി ഞാൻ ഭരണം ജയിക്കണമെന്നൊന്നുമില്ല. അത് കളക്ടറായി സംസാരിച്ച് ബന്ധപ്പെട്ട നമുക്ക് വെള്ളം കളയുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാം. LDF അവണിശ്ശേരി പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. LDF നാട്ടിക മണ്ഡലം സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ വിജയത്തിനായാണ് കൺവെൻഷൻ നടത്തിയത്. CPI സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സിബി ജോസഫ്, ഷീല വിജയകുമാർ, LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി, VG വനജകുമാരി, ജയകൃഷ്ണൻ, CS സംഗീത്, KA പ്രദീപ്, KP പ്രസാദ് എന്നിവർ സംസാരിച്ചു. വർഗീസ് മാഷ് ഉൾപ്പെടെയുള്ളവർ, സെബിചേട്ടൻ ഉൾപ്പെടെയുള്ളവർ, പ്രജേഷ്, പ്രദീപ്, എല്ലാ സഖാക്കളും ആ സന്ദർഭത്തിലെല്ലാം പറഞ്ഞിരുന്നു, ഈ റോഡിൻ്റെ ദയനീയാവസ്ഥ നമുക്ക് മാറ്റിയെടുക്കണം. BJP ഭരിച്ചോട്ടെ, ജനങ്ങളുടെ ആവശ്യമാണ് നമുക്ക് പ്രധാനം. നടത്തിയില്ലേ നമ്മൾ? സഞ്ചരിക്കാൻ ഇത്രമാത്രം സുഗമമായ റോഡില്ല എന്ന് റവന്യൂ മന്ത്രി രാജൻ എന്നെ വിളിച്ചു. റെയിൽവേ ഗേറ്റ് വരെ ഗീത ചെയ്താൽ പിന്നെ അവിടുന്ന് അപ്പുറത്താണ് ഞാൻ ഏറ്റുപിടിച്ചോളാം. ഞങ്ങൾക്കൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. നെയ്വിളക്കിന്റെ പ്രഭയിൽ നിറഞ്ഞ് ആറാട്ടുപുഴ ക്ഷേത്രം. ഞായറാഴ്ച വൈകുന്നേരത്തെ ചുറ്റുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കോടെയാണ് സമർപ്പിച്ചത്. ദേശക്കാരുടെ വഴിപാടായാണ് ചുറ്റുവിളക്ക് സമ്പൂർണ്ണ നെയ്വിളക്കോടെ നടത്തിയത്. വിളക്കുമാടത്തിലെ 5000-ഓളം ഒട്ടുചിരാതുകൾ ഉൾപ്പെടെ ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ വിളക്കുകളിലും 2 ദീപസ്തംഭങ്ങളിലും നെയ്വിളക്കുകൾ തെളിഞ്ഞു. പ്രദക്ഷിണ വഴിയിലും ചുറ്റിനകത്തും മൺചിരാതുകളിലെ നെയ്യിൽ എള്ളുതിരിയാണ് തെളിയിച്ചത്. വിവിധ ദേശങ്ങളിലുള്ള 100 കണക്കിന് ഭക്തർ സമ്പൂർണ്ണ നെയ്വിളക്കിൽ പങ്കാളികളായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായി ഘടക ക്ഷേത്രങ്ങളിൽ നെയ്സമർപ്പണം നടത്തി. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഘടക ക്ഷേത്രങ്ങളിൽ നെയ്യ് സമർപ്പിച്ചത്.
തൃപ്രയാർ ഊരകം ചേർപ്പന്തിക്കാട്, ചാത്തുക്കുടം, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, പിഷാരിക്കൽ, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി, കടുപ്പശ്ശേരി, ചൂരക്കോട്, പൂന്നിലാർക്കാവ്, ചാലക്കുടി, പിഷാരിക്കൽ, ചക്കംകുളങ്ങര, കോടന്നൂർ, നാങ്കുളം, ശ്രീമാട്ടിൽ, നെട്ടിശ്ശേരി, കല്ലേലി, ചിറ്റി, ചാത്തക്കുടം, മേടംകുളം എന്നീ ഘടകക്ഷേത്രങ്ങളിലാണ് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി നെയ്യ് സമർപ്പിച്ചത്. കൂടാതെ പെരുവനം ഗ്രാമാധിപ ക്ഷേത്രമായ പെരുവനം മഹാദേവ ക്ഷേത്രം, ഗ്രാമപരദേവതയായ തിരുവുള്ളക്കാവ് ക്ഷേത്രം, അനുബന്ധ ക്ഷേത്രങ്ങളായ പിടിക്കപ്പറമ്പ്, വല്ലച്ചിറ, പല്ലിശ്ശേരി, കണ്ടേശ്വരം, നറുകുളങ്ങര, ചെറുശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലും നെയ്യ് സമർപ്പണം നടത്തി. കൂടാതെ പെരുവനം ഗ്രാമത്തിന്റെ നാലതിരുകളായ കുതിരാൻ, അകമല, എടത്തിരുത്തി, അയ്യപ്പൻകാവ്, ഉഴുവത്തെ ശാസ്താക്ഷേത്രങ്ങളിലും ദേവസ്വം കീഴേടങ്ങളായ ഞെരൂക്കാവ്, ചിറ്റേങ്ങര, തൊട്ടിപ്പാൾ, മഹാവിഷ്ണു, തൃക്കണ്ടാപുരം ക്ഷേത്രങ്ങളിലും ആറാട്ടുപുഴ ക്ഷേത്രോപദേശക സമിതി നെയ്യ് സമർപ്പിച്ചു. പുലർച്ചെ 4:30 14 ചെറുസംഘങ്ങളായി പുറപ്പെട്ടാണ് നെയ്യ് സമർപ്പണം പൂർത്തിയാക്കിയത്. ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം പയങ്കൽ ഭരണി മഹോത്സവത്തിന്റെ കൂപ്പൺ വിതരണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വെള്ളാട്ടുപറമ്പിൽ സദാനന്ദൻ, കാട്ടുങ്ങൽ പ്രകാശൻ എന്നിവരിൽ നിന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ആദ്യ സംഭാവന സ്വീകരിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി PB സുനിൽകുമാർ, KG ചന്ദ്രൻ, മല്ലിക മോഹൻ, മനോജ് മീനങ്ങത്ത്, AC അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജിന്റെ വിജയത്തിനായുള്ള തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. KL ജോസ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KM ബാബുരാജ്, MK പോൾസൺ മാസ്റ്റർ, KV ദാസൻ, K ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, TM ചന്ദ്രൻ, സോമൻ മുത്രത്തിക്കര, അലക്സ് ചുക്കിരി, സുധൻ കാരയിൽ, KJ ജോജു എന്നിവർ സംസാരിച്ചു. പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിൽ വരുമെന്ന് ബെന്നി ബെഹനാൻ MP. പുതുക്കാട് നിയോജക മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷത്തെ ദുർഭരണത്തിനാണ് ഇത്തവണ അറുതി വരാൻ പോകുന്നതെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. KL ജോസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC ജനറൽ സെക്രട്ടറിമാരായ MP വിൻസെന്റ്, ജോസ് വള്ളൂർ, KV ദാസൻ, കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ MP പോളി, മുൻ MLA MK പോൾസൺ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, K ഗോപാലകൃഷ്ണൻ, സ്ഥാനാർത്ഥി KM ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ചെയർമാൻ KL ജോസ്, വർക്കിംഗ് ചെയർമാൻ സോമൻ മുത്രത്തിക്കര, ജനറൽ കൺവീനർ K ഗോപാലകൃഷ്ണൻ, ട്രഷറർ ഡേവിസ് W അക്കര എന്നിവരടങ്ങുന്ന 501 അംഗ ജനറൽ കമ്മിറ്റിയെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ DCC ഭാരവാഹികളായ സെബി കൊടിയൻ, TM ചന്ദ്രൻ, ജോബി, KC കാർത്തികേയൻ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് CA അബ്ദുട്ടി ഹാജി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പ്രമോദ് റോം ജോൺ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം എന്നിവരും പങ്കെടുത്തു. CPM ചെങ്ങാലൂർ ബ്രാഞ്ച് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് അംഗവുമായിരുന്ന സജിത്ത് കോമത്തുകാട്ടിലിനെ കൺവെൻഷനിൽ വെച്ച് MP വിൻസെന്റ് UDFിലേക്ക് സ്വീകരിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ എന്നിവരും കൺവെൻഷനിൽ സംബന്ധിച്ചു. നാട്ടിക ബീച്ച് ശ്രീ ആരിക്കിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ഉത്സവത്തിന് കൊടിയേറി. ഈ മാസം 28-ന് ശനിയാഴ്ചയാണ് ക്ഷേത്രോത്സവം. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CS സന്തോഷ്, മേൽശാന്തി യാദവ്, അനന്തു എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. കൊടിയേറ്റിന് ശേഷം ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയും വാതിലും പിച്ചള പൊതിഞ്ഞ് സമർപ്പിക്കലും നടത്തി. ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ പറയെടുപ്പും ഉച്ചപൂജയും നടന്നു. ദീപാരാധനയ്ക്കു ശേഷം നിറമാല, ചുറ്റുവിളക്ക്, രാത്രി അത്താഴപൂജയും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് AS പത്മപ്രഭ, വൈസ് പ്രസിഡന്റ് EV ധർമ്മൻ, സെക്രട്ടറി PK ഹരിഹരൻ, ജോയിന്റ് സെക്രട്ടറി PV സത്യവ്രതൻ, ട്രഷറർ PB രണൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PR രവീന്ദ്രൻ, UK ധർമ്മൻ, PB വിനോദ, UB അജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 28-ന് ശനിയാഴ്ചയാണ് ഉത്സവം. കൊടിയേറ്റ ദിനത്തിൽ ക്ഷേത്രത്തിനായി MA യൂസഫ് അലിയുടെ നിർദ്ദേശപ്രകാരം തൃപ്രയാർ വൈമാളിന്റെ ലാഭവിഹിതത്തിൽ നിന്നുള്ള ധനസഹായവും കൈമാറി. സെക്രട്ടറി EA ഹാരിസ്, മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ചേർന്ന് 5 ലക്ഷം രൂപയുടെ ചെക്ക് ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. എല്ലാ വർഷവും ധനസഹായം തുടരുമെന്ന് ലുലു പ്രതിനിധികൾ അറിയിച്ചു. ദേശീയപാത പുതുക്കാട് കുറുമാലിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതരമായ പരിക്കേറ്റു. അപകടത്തിൽ നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലെ കാനയിലേക്ക് മറിഞ്ഞു. കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം.
സ്കൂട്ടർ യാത്രക്കാരനായ വരാക്കര സ്വദേശി 70 വയസ്സുള്ള ജോണിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജോണിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാർ കുറുമാലിയിലെ യു-ടേൺ തിരിയുകയായിരുന്ന സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചുവീണ സ്കൂട്ടർ യാത്രികനെ ആംബുലൻസ് പ്രവർത്തകരാണ് ആശുപത്രിയിലെത്തിച്ചത്. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ഭാഗമായി വടക്കേക്കാട് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ വൻ കഞ്ചാവ് ശേഖരം പിടികൂടി. അശോക ലെയ്ലാൻഡ് ദോസ്ത് ഗുഡ്സ് വാഹനത്തിന്റെ ഡ്രൈവർ ക്യാബിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ രഹസ്യ അറയിൽ കടത്തുകയായിരുന്ന 67.429 കിലോ കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട കോട്ടയം തേലകം സ്വദേശി മങ്കിലേറ്റ് വീട്ടിൽ 39 വയസ്സുള്ള ലിൻഡോ ജോസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച പുലർച്ചെ പുന്നിയൂർക്കുളം കുമാരൻപടി റെഡ് ഹൌസ് പരിസരത്ത് വെച്ചായിരുന്നു പരിശോധന. കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പോലീസ് വാഹനങ്ങൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നതിനിടയിലാണ് ദോസ്ത് വാഹനമെത്തിയത്. പരിശോധനയിൽ സംശയം തോന്നിയ പോലീസ് വാഹനം വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഡ്രൈവറുടെ സീറ്റിന് പിന്നിലായി തകിട് സ്ക്രൂ ചെയ്തുറപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് മാറ്റി നോക്കിയപ്പോൾ പാക്കറ്റുകളിലാക്കി സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു. ഒഡീഷയിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ് എറണാകുളം കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ലിൻഡോ ജോസഫ് എന്ന് പോലീസ് പറഞ്ഞു. പ്രതിക്കെതിരെ നേരത്തെയും നിരവധി കേസുകൾ നിലവിലുണ്ട്. കടുത്തുരുത്തി, പീച്ചി, ബേക്കൽ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ഇതിൽ പീച്ചി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലഹരിക്കടത്ത് കേസിലെ വിചാരണ നടന്നുവരികയാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. വടക്കേക്കാട് SI മൻസൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അന്വേഷണ സംഘത്തിൽ ASIമാരായ ഷിജു, സുരേഷ് കുമാർ, CPOമാരായ റോഷൻ, പ്രദീപ്, റെജിൽ, സന്ദീപ് എന്നിവരുമുണ്ടായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ലഹരിക്കടത്തിന് പിന്നിലുള്ള മറ്റുള്ളവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വെങ്ങണിശ്ശേരി ശങ്കരമംഗലം മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ചൊവ്വാഴ്ച ആഘോഷിക്കും. ചൊവ്വാഴ്ച രാവിലെ 5 മണിക്ക് നട തുറക്കൽ, ഗണപതി ഹോമം, ബിംബശുദ്ധി എന്നിവയോടെ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് പഞ്ചഗവ്യം, നവകം, വിശേഷാൽ താന്ത്രിക പൂജകൾ നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദ ഊട്ട് വിതരണം ചെയ്യും. വൈകിട്ട് 5-ന് ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് നടക്കും. പഞ്ചവാദ്യം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകും. വൈകിട്ട് 6:30-ക്ക് നിറമാല സമർപ്പിക്കും. വൈകിട്ട് 7-ന് തേവരെ പാണിക്കുട്ടി പുറത്തേക്ക് എഴുന്നള്ളിക്കും. തുടർന്ന് വിമൽ വിളമ്പത്ത് നയിക്കുന്ന പഞ്ചാരിമേളം അരങ്ങേറും. പഞ്ചാരിമേളത്തിനു ശേഷം കൂട്ടപ്പറ നിറക്കലും നടക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ചൊവ്വാഴ്ച കൊടിയേറും. ചൊവ്വാഴ്ച രാത്രി 8:30-നാണ് കൊടിയേറ്റ് ചടങ്ങ്. UDF നാട്ടിക നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കി നാട്ടിക മണ്ഡലം NDA സ്ഥാനാർത്ഥി CC മുകുന്ദൻ. എട്ടുമന, അംബേദ്കർ നഗർ, ഉന്നതിയടക്കം വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം പര്യടനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.